ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയും ഫലപ്രദമായ CRM നിർമ്മിക്കാൻ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പൻസിനെ സഹായിക്കുന്നതിന് കുറച്ച് പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു. സന്തുഷ്ടരായ ഉപഭോക്താക്കളെ നിലനിർത്താനും വിജയകരമായ ഒരു ബിസിനസ് സൃഷ്ടിക്കാനും അവരെ സഹായിക്കുന്നതിന് നമ്മൾ ഒരു ദ്രുത ചെക്ക് ലിസ്റ്റ് ചർച്ച ചെയ്തു. ഈ വീഡിയോയിൽ ONDC നെറ്റ്വർക്കിൽ ബിസിനസ്സുകൾ സുഗമമായി നടത്താൻ സഹായിക്കുന്നതിന് ചില ചട്ടങ്ങൾ എങ്ങനെ നിർവചിക്കാമെന്ന് നമ്മൾ പഠിക്കും. സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് നയത്തിലും സാങ്കേതിക തലത്തിലും നടപ്പാക്കേണ്ട നിയമങ്ങളാണിവ. സെല്ലർ ഷിപ്പിംഗ് മോഡൽ നിർവചിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഡെലിവറി ചെയ്യുന്നതിന് ഓഫ് നെറ്റ്വർക്ക് ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ഓൺ നെറ്റ്വർക്ക് ലോജിസ്റ്റിക്സ് ഉപയോഗിക്കണമോ എന്ന് സെല്ലർ തീരുമാനിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് കൂടുതൽ ചർച്ച ചെയ്യുകയും ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കണ്ടെത്തുകയും ചെയ്യാം. ഡെലിവറി ഉത്തരവാദിത്തം സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിനെ അല്ലെങ്കിൽ ബയർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിനെ ഏറ്റെടുക്കാം. മിക്ക സാഹചര്യങ്ങളിലും പ്രൊഡക്റ്റ് അയക്കുന്നതിനുള്ള ഉത്തരവാദിത്തം സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് ഏറ്റെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിനെ പ്രൊഡക്റ്റുകൾ അയക്കുന്നതിന് 2 സെല്ലർ ഷിപ്പിംഗ് ഓപ്ഷനുകളുണ്ട്: ഓഫ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഓൺ നെറ്റ്വർക്ക് ഡെലിവറി പങ്കാളി. ഒരു ഓഫ് നെറ്റ്വർക്ക് ഉടമ്പടിയിലൂടെ ഒരു ജീവനക്കാരൻ അല്ലെങ്കിൽ മൂന്നാം കക്ഷി ലോജിസ്റ്റിക്സ് പങ്കാളി മുഖേന സാധനം അയക്കുന്നത് വിൽപ്പനക്കാർക്ക് തെരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ ഓൺ നെറ്റ്വർക്ക് ഓപ്ഷൻ വഴി സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്ത ലോജിസ്റ്റിക്സ് നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിന്റെ അല്ലെങ്കിൽ ഡെലിവറി പങ്കാളികളുടെ ഒരു ലിസ്റ്റ് അവരുടെ ടൈം ലൈനുകളും വിലകളും ഉൾപ്പെടെ ലഭിക്കുന്നു. സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിനെ പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യുന്നതിനുള്ള ഓപ്ഷനുകളിൽ ഒന്നിന്റെ സേവനം തിരഞ്ഞെടുക്കാനാകും. അല്ലെങ്കിൽ കസ്റ്റമറുടെ ലൊക്കേഷന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇവ രണ്ടിന്റെയും സംയോജനം തിരഞ്ഞെടുക്കാം. ഇനി ഒരു സെല്ലർ രാജ്യത്തുടനീളം വിൽക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുമോ, അതോ അടുത്തുള്ള പിൻകോഡുകളിലേക്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഹൈപ്പർ ലോക്കൽ സേവനം നൽകുമോ എന്ന് നിർവചിക്കുന്ന സെല്ലർ സർവീസബിലിറ്റി നമുക്ക് മനസ്സിലാക്കാം. ഇത് ലളിതമാണ്. സെല്ലർ ആകെ ചെയ്യേണ്ടത് ഒരെണ്ണം തെരഞ്ഞെടുക്കുക എന്നതാണ്. വിൽപ്പനക്കാരൻ ഹൈപ്പർ ലോക്കൽ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ കടകൾ എപ്പോഴാണ് തുറന്നിരിക്കുന്നതെന്ന് അവർ സൂചിപ്പിക്കണം. എല്ലാ സമയവും അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയം. കൂടാതെ അവർക്ക് എത്ര ദൂരം വരെ ഡെലിവർ ചെയ്യാനാകുമെന്നതും വാങ്ങുന്നവർ നിറവേറ്റാൻ കഴിയാത്ത ഓർഡറുകൾ നൽകാതിരിക്കാൻ വേണ്ടിയാണിത്. ഇതോടെ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം എത്തിയിരിക്കുന്നു. നമുക്ക് ചുരുക്കത്തിൽ ഒന്ന് സംഗ്രഹിക്കാം. ആദ്യം ഒരു ഷിപ്പിംഗ് മോഡൽ എങ്ങനെ സജ്ജീകരിക്കാമെന്നും തുടർന്ന് നിങ്ങളുടെ ബിസിനസിനെ അനുയോജ്യമായ ഒരു ഡെലിവറി മോഡ് എങ്ങനെ നിർവചിക്കാമെന്നും നമ്മൾ പഠിച്ചു. ഇതറിഞ്ഞാൽ ബിസിനസ് എന്നത്തേക്കാളും സുഗമമായി പ്രവർത്തിക്കുമെന്ന് ഉറപ്പാണ്. അടുത്തതായി നിങ്ങളുടെ ബിസിനസ് യാത്ര മറ്റൊരു ചുവടുകൂടി മുന്നോട്ട് വയ്ക്കുക. അടുത്ത വീഡിയോയിൽ ബിസിനസ് പ്രക്രിയയുടെ നിർണായക ഭാഗമായ പേയ്മെന്റുകളെയും സെറ്റിൽമെന്റുകളെയും കുറിച്ച് എല്ലാം അറിയുക.